ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇൻഫോനെ തഗ് ഇൻവിറ്റേഷനിലെ സെമി ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 16 ടീമുകളാണ് അതിൽ നിന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. കാർണിവൽ ഗെയിമിംഗ് വീണ്ടും ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 160 പോയിന്റായിട്ട് ആ ഒരു 160 പോയിന്റിൽ 130 പോയിന്റും ഫിനിഷസോട് കൂടിയിട്ടാണ് ടീം സ്വന്തമാക്കിയത്. അതും ഒരു ചിക്കൻ ഡിന്നർ പോലും സ്വന്തമാക്കാതെ തമിഴാസ് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. 7ാം സ്ഥാനത്ത് നിന്നുമാണ് അവർ 2ാം സ്ഥാനത്തേക്ക് ടീം എത്തിയിട്ടുള്ളത് 150 പോയിന്റായിട്ട്. FS തേർഡ് എത്തി 150 പോയിന്റായിട്ട്. നമ്മളെ മല്ലൂർക്കുള്ള നോണക്സ് 5ാം സ്ഥാനത്തേക്ക് എത്തി. ഇന്നലെ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 33 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. 137 പോയിന്റായിട്ട് ആ ഒരു 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. സോള് 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 115 പോയിന്റായിട്ട്. സോളിന് ഇപ്പോഴും വേറെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. നകുല് ലൈവിൽ വന്നപ്പോഴും എന്താണ് ടീമിന്റെ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചപ്പോൾ നകുല് റിപ്ലൈ കൊടുത്തത് ടീമിൽ ഇപ്പോഴും ആ ഒരു സിനർജി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് സോർട്ട് ഔട്ട് ചെയ്യാനാണ് ടീം ശ്രമിക്കുന്നത് എന്നാണ് നകുല് പറഞ്ഞിട്ടുണ്ടായത്. കാരണം പുതിയൊരു പ്ലെയർ സ്കിപ്സ് ടീമിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു സിനർജി ഇഷ്യൂസ് ആയിരിക്കും ഈ ഒരു പോകുന്നത്. മേ ബി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സോളിന്റെ ഒരു അടിപൊളി കംബാക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും സോളും ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മളെ ഒബേ സ്പോർട്സിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് 32ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്ത് 29 പോയിന്റായിട്ട്. അതുപോലെ തന്നെ മേക്ക് കളിക്കുന്ന സില്ലി സ്പോർട്സിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ VXT, എക്സ്പാർക്ക്, റെക്കനിങ് തുടങ്ങിയുള്ള വമ്പൻ ടീമുകൾക്കും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ടോപ്പ് 16 ടീമുകൾ ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ടോപ്പ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോബ്ലിനാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 41 ഫിനിഷസുമായിട്ട്. ഇനി തഗ് ഇൻവിറ്റേഷന്റെ ഫൈനൽസ് ആണ് വരാനിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏത് ടീമുകൾ ആ ഒരു കപ്പ് അടിക്കും എന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഒറാങ്കുട്ടാന്റെ പ്ലെയർ ആയുള്ള AQP ഇതാ സ്ട്രിംസിൽ നിന്നും ടൂർണമെന്റിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ പോവാണ്. പേഴ്സണൽ മാറ്റർ കാരണമാണ് ഈ ഒരു ബ്രേക്ക് എടുക്കുന്നതെന്നാണ് AQP പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് നടന്ന 2 ടൂർണമെന്റിന്റെയും സെമി ഫൈനൽസിലേക്ക് ഒറാങ്കുട്ടാന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സ്കിൽ ഹബ് ഓൺലൈൻ ഗെയിം ഫെഡറേഷന് ഇന്റർനാഷണൽ സ്പോർട്സ് ഫെഡറേഷനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ വന്നുകൊണ്ട് ഇന്റർനാഷണൽ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അടുത്ത വർഷം ഈ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാ രാജ്യത്തിലെയും സ്പോർട്സ് പ്ലേയേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടായിരിക്കും ഈ ഒരു ഇവന്റ് കളിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടറിയാം എത്രത്തോളം ലെവലിലേക്ക് സ്പോർട്സ് ഇന്ത്യയിൽ വളരുമെന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ക്രാഫ്റ്റൺ ഇന്ത്യ സ്പോർട്സ് ഇന്ത്യയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോളേജ് ലെവലിൽ സ്പോർട്സ് വളർത്തുന്നുണ്ട്. സ്പോർട്സ് ക്യാമ്പസ് ടൂറിന്റെ ഭാഗമായിട്ട് 2 കോടി ടോട്ടൽ പ്രൈസ് പൂൾ ആണ് ക്രാഫ്റ്റൺ ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ 14 ടോപ്പ് കോളേജുകളിൽ ഈ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ട്. IIT ഡൽഹി, IIT കാൺപൂർ തുടങ്ങിയുള്ള 14ഓളം കോളേജുകളിലാണ് ഈ ഒരു ഇവന്റ് ക്രാഫ്റ്റൺ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. BGMA, റോഡ് ടു വേലോ, ബുള്ളറ്റെക്കോ, റിയൽ ക്രിക്കറ്റ് തുടങ്ങിയുള്ള ഗെയിമുകളിലാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. മേ ബി നമുക്ക് കേരളത്തിലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ക്രാഫ്റ്റിന്റെ വകയായിട്ട് ഈ ഒരു ഇവന്റുകൾ വന്നേക്കാം. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് കണ്ടക്ട് ചെയ്ത ടൈറ്റൻസ് റേസിംഗ് 22 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സിന്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 6 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു 6 മാച്ച് കഴിഞ്ഞപ്പോൾ മോഗോ സ്പോർട്സ് ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചിക്കണിനടക്കം 52 പോയിന്റാണ് മോഗോ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് റിച്ച് സ്പോർട്സ് ഒരു റേസിംഗ് സ്റ്റാർ ടീമാണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് 51 പോയിന്റ്. തേർഡ് ജെല്ലിയുടെ ടീം എത്തിയിരിക്കുകയാണ്. ജെല്ലിയുടെ ഒരു ഡൗൺഫാൾ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ബെഞ്ചിൽ ഇരുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ ആ പുതിയ ടീമുമായിട്ട് ജെല്ലി വന്നുകൊണ്ട് ആ ഒരു ടോപ്പ് 3ൽ ഇപ്പോൾ ടീം നിൽക്കുന്നുണ്ട് 48 പോയിന്റുമായിട്ട്. ബ്ലൈൻഡിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാച്ച് 1ൽ തന്നെ ബ്ലൈൻഡിന്റെ ഒരു OP പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 3 പേരുമായിട്ടായിരുന്നു ബ്ലൈൻഡ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതും കാലനും ഷാഡോയും 2 IG ആ ഒരു ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ബോട്ട് റൊട്ടേഷനും സോണിൽ ആ ഒരു പൊസിഷൻ പിടിക്കലും ലാസ്റ്റ് ജെല്ലിയെ തീർത്തുകൊണ്ട് ആ ഒരു ചിക്കൻ എടുക്കാറും വേറെ ലെവൽ മാച്ചായിരുന്നു നമുക്ക് ബ്ലൈൻഡിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു മാച്ചിന്റെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ജൂനിയർ ഗെയിമിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിലാണ് മാച്ച് 1ൽ ടീം സ്വന്തമാക്കിയത്. മാച്ച് 2ൽ കാർണിവൽ ഗെയിമിംഗ് ആളുടെ ഏർലി ഫൈറ്റിൽ ടീം തീർന്നു പോയി. 1 ഫിനിഷ് പോയിന്റ് അടക്കം 1 പോയിന്റും. മാച്ച് 3ൽ 3 ഫിനിഷ് പോയിന്റ് അടക്കം 3 പോയിന്റാണ് സ്വന്തമാക്കിയത്. മാച്ച് 4ൽ നമുക്ക് കാലന്റെ ആ ഒരു ലാസ്റ്റ് 1v1 ഫൈറ്റ് കാർണാടുവിനെതിരെ വരികയും അവിടെ ടീമിന് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് ടീം എത്തി 3 ഫിനിഷസോട് കൂടിയിട്ട് 9 പോയിന്റും. മാച്ച് 5ൽ 1 ഫിനിഷ് പോയിന്റ് അടക്കം 1 പോയിന്റും. മാച്ച് 6ൽ 2 ഫിനിഷ് പോയിന്റ് അടക്കം 2 പോയിന്റുമാണ് സ്വന്തമാക്കിയത്. ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫൈനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഈ ഒരു 2 മാച്ച് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാച്ചുകളിൽ വെറും 7 പോയിന്റ് ടീമിന് ഏകദേശം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ടീമിന് ലാക്ക് ചെയ്യുന്നുണ്ട്.
നോക്കുന്നുണ്ട്. ഫൈനൽസ് ആണ് ആ ഒരു ടോപ്പ് 3 എങ്കിലും എത്തണം എന്നുള്ള ലെവലിലാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം കൺസിസ്റ്റൻസിയും ആ ഒരു ഡോമിനേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ടീമിനേക്ക് ആ ഒരു ടോപ്പ് 3യിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് ടീം നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറും 19 ഫിനിഷ് പോയിന്റ് അടക്കം 35 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയും 3 ദിവസമുണ്ട്. അതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡിന് ആ ഒരു ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് തന്നെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.